സങ്കല്പ കൽപ്പതരവസ്തേജ കൽപ്പകോധ്യാനം എന്ന് പറയുന്ന ഒരു ശ്ലോകം. അപ്പൊ ലക്ഷ്മി ഉപാസന എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ലക്ഷ്മി സങ്കല്പം? ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മി സമൃദ്ധിയുടെ ദേവതയാണ്. സമൃദ്ധിയുടെ ദേവതയാണ്. ലക്ഷറി ആയ ഒരാൾക്ക് മാത്രമേ സ്പിരിച്വാലിറ്റിയിലേക്ക് പോകാൻ പറ്റൂ. സമൃദ്ധിയും സമ്പത്ത് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഭാവനോഷത്ത് പറയുന്നത് മനസ്സാണ്. നമസ്കാരം, ബോധി ദ എൻലൈറ്റ്മെന്റ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വാഗമണ്ണിലാണ് ഉള്ളത്. വാഗമണ്ണിൻ്റെ പ്രകൃതി മനോഹരമായ ഒരു ആത്മീയ ഊർജമുള്ള ഒരു പുണ്യസ്ഥലത്താണ്, ഋതംബരയിലാണ്. കൂടെയുള്ളത് ഭാരതീയ ധർമ്മപ്രചാര സഭയുടെ ആരാധ്യനായ ആചാര്യൻ ശ്രീ ശ്രീനാഥ് കാരയാട്ടാണ്. സ്വാഗതം. നമസ്കാരം. ശ്രീനാഥ്ജി, നമ്മൾ പലതരത്തിലുള്ള ഉപാസനകളെ കുറിച്ച് സംസാരിക്കാറുണ്ട്. അപ്പം നമ്മൾ ഈ ബോധി എന്ന് പറയുന്ന ഒരു സ്പിരിച്വൽ ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആളുകൾക്ക് കുറച്ചും കൂടെ ആവശ്യമുള്ള, മനുഷ്യർക്ക് കൂടുതൽ ഉപകരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. സ്പിരിച്വാലിറ്റിയിലൂടെ ആണല്ലോ നമ്മുടെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ആദ്യമായിട്ട് ആളുകളുടെ ഏറ്റവും വലിയ കാര്യം സാമ്പത്തിക പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ ഒക്കെയാണ്. അപ്പം നമ്മളുടെ ഈ പുരാണങ്ങളിൽ, ധർമ്മത്തിലൊക്കെ അതിനെല്ലാം പരിഹാരമുണ്ട്. എല്ലാത്തിനും പരിഹാരമുള്ള ഒരു സമ്പൂർണമായ ഒരു ജ്ഞാനശാസ്ത്ര ശാഖയാണ് നമ്മുടെ. അപ്പം ഈ ലക്ഷ്മി ദേവിയാണല്ലോ ഈ സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഒക്കെ ദേവത. അപ്പൊ ലക്ഷ്മി ഉപാസന എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ലക്ഷ്മി സങ്കല്പം എന്താണ്? ഭാരതത്തെ സംബന്ധിച്ച് ധർമ്മം, അർത്ഥം, കാമമോക്ഷം ഈ ചതുർവിധ പുരുഷാർത്ഥങ്ങളിലൂടെയാണ് ഒരു മനുഷ്യന്റെ യാത്ര. അതിൽ ആദ്യം ധർമ്മം ആണ് പ്രധാനം. ധർമ്മത്തിലൂടെ ഒരുപാട് അർത്ഥമുണ്ടാക്കണം, സമ്പത്ത് ഉണ്ടാക്കണം. ആ സമ്പത്തിലൂടെ നമ്മളെല്ലാ കാമനകളും പൂർത്തീകരിക്കണം. അവിടെ സ്വാഭാവികമായി സംഭവിക്കേണ്ടതാണ് മോക്ഷം. മോഹത്തിൽ നിന്ന് ക്ഷയം ഉണ്ടാവുന്നതാണ് മോക്ഷം. ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യമാണ്. അല്ലെങ്കിൽ ഈശ്വര ഉപാസനയ്ക്ക് പോകുന്ന ആൾക്കാർ, ഈശ്വരീയമായ ചിന്തയുള്ള ആൾക്കാർ, സ്പിരിച്വലായ ആൾക്കാർ, ഇവരൊക്കെ ദരിദ്രന്മാരാണ് എന്നുള്ള കാഴ്ചപ്പാട് സെമിറ്റിക് മതങ്ങളാണ്. സമ്പത്ത് പിശാചാണ് എന്നുള്ള ചിന്തയൊക്കെ. നമ്മളെ സംബന്ധിച്ച് നമ്മളെ എല്ലാ ദേവീദേവന്മാരും വളരെ റിച്ചാണ്. വിവേകാനന്ദ സ്വാമി പറയാറുണ്ട്, ഒരു എന്താ പറയുക, ദാരിദ്ര്യമുള്ള ഒരാളോട്, വിശക്കുന്ന വയറിനോട് വേദാന്തം പറയരുത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാക്ക്. എല്ലാവരും ഉദ്ദേശിച്ചത്, വളരെയധികം ജീവിത പ്രശ്നങ്ങളോട് കടന്നു പോകുന്ന ഒരാളോട് നിങ്ങൾ അയാളെ വേദാന്ത ക്ലാസ്സിലേക്ക് അല്ല ക്ഷണിക്കേണ്ടത്. അയാൾക്ക് ആദ്യം അയാളെ ലോൺ അടയ്ക്കണം, അയാളെ ഏറ്റവും അയാൾക്ക് ആത്മവിശ്വാസം ഉണ്ടാവണം, സുഖമായി ഇരിക്കാൻ പറ്റണം. അതിന് സമ്പത്ത് നിർബന്ധമാണ്. ആദ്യം അയാൾക്ക് സമ്പത്ത് ഉണ്ടാകാനുള്ള വിദ്യ പഠിപ്പിക്കും. അതുകൊണ്ട് എല്ലാ ഗൃഹസ്ഥരോടും മഹാലക്ഷ്മിനെ ഉപാസിക്കാൻ പറഞ്ഞു. മഹാലക്ഷ്മി സമ്പത്തിന്റെ ദേവതയല്ല. സമ്പത്തിന്റെ ദേവത കുബേരനാണ്. മഹാലക്ഷ്മി സമൃദ്ധിയുടെ ദേവതയാണ്. സമൃദ്ധിയും സമ്പത്തും വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് ഒരു പക്ഷെ സമ്പന്നനാവാം, പക്ഷെ നിങ്ങൾക്ക് സമൃദ്ധിയുള്ള ആളാവാൻ പറ്റില്ല. നമുക്ക് ബിസിനസ് ചെയ്ത് കാശുകാരനാവാം, പണക്കാരനാവാം, പക്ഷെ നിങ്ങൾക്ക് സമൃദ്ധി അനുഭവിക്കുന്ന ഒരാളാവാൻ സാധിക്കണമെന്നില്ല. സമൃദ്ധി എന്ന് പറയുന്നത് നമ്മളെ ജീവിതത്തിലെ ഓരോ സമയത്ത് ആവശ്യങ്ങൾ നടപ്പിലാവുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ബാങ്കിൽ ബാലൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ സമയത്ത് അതാത് കാര്യങ്ങൾ ഭംഗിയായി നടക്കുക എന്നുള്ളതാണ് സമൃദ്ധി. അതിന് നമ്മൾക്ക് ബാങ്കിൽ ബാലൻസ് വേണമെന്നില്ല. അതിൽ റിച്ച് ആയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഓഷോ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, സ്പിരിച്വാലിറ്റി ഇസ് ദ ലാസ്റ്റ് ലക്ഷറി എന്നാണ്. ലക്ഷറി ആയ ഒരാൾക്ക് മാത്രമേ സ്പിരിച്വാലിറ്റിയിലേക്ക് പോകാൻ പറ്റൂ. അല്ലാണ്ട് 100 കൂട്ടം പ്രശ്നങ്ങൾ ബാധിക്കുന്ന ഒരാള് അതിനെയൊക്കെ സഹിച്ചുകൊണ്ട്, അതിനൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട്, അതിനൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു പോകുമ്പോൾ അതിനോടൊരു ആഗ്രഹം നിലനിൽക്കുന്നുണ്ട്. അല്ല, അതിലൂടെ കടന്നു പോയാൽ ആ അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒന്നും അല്ല എന്ന് മനസ്സിലാവും. അതുകൊണ്ട് എല്ലാവരോടും മഹാലക്ഷ്മിനെ ഉപാസിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മഹാലക്ഷ്മിനെ ഉപാസിച്ചാൽ നമുക്ക് സമൃദ്ധി ഉണ്ടാവും. എല്ലാവരോടും, എല്ലാ ഗൃഹസ്ഥരോടും ആദ്യം ഉപാസിക്കാൻ പറഞ്ഞ മഹാലക്ഷ്മിനെ. അതുകൊണ്ടാണ് നമ്മള് കൊറോണ കാലത്തൊക്കെ മഹാലക്ഷ്മി പൂജ പഠിപ്പിക്കാൻ തുടങ്ങിയത്. ഏതാണ്ട് 100,000-ലധികം കുടുംബങ്ങള് മഹാലക്ഷ്മി പൂജ പഠിച്ച് അവര് ചെയ്യുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളാണ്, മാറ്റങ്ങളാണ്. ആ മാറ്റം അവരാരും സമ്പന്നരായി എന്നല്ല പറയുന്നത്, പക്ഷെ അവരുടെ ജീവിതം റിച്ചായി മാറി. റിച്ച് ആകുക മീൻസ് ആധ്യാത്മികതയും, ഭാരതത്തെ സംബന്ധിച്ച് ആധ്യാത്മികതയും ഭൗതികതയും രണ്ടല്ല. വിദേശിയെ സംബന്ധിച്ചാണ് അവൻ മാറ്റർ എന്നല്ലെങ്കിൽ അതിൽ നിന്നാണ് മെറ്റീരിയലിസം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കിയത്. സ്പിരിറ്റ് എന്നാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കിയത്.
അപ്പൊ അയാളെ സംബന്ധിച്ച് സ്പിരിറ്റും മാറ്ററും രണ്ടാണ്. അവിടെ ഞാനൊരു ചെറിയ സംശയം ചോദിക്കട്ടെ. ഇപ്പം നമ്മൾ ആധ്യാത്മികതയിലേക്ക് കടക്കുന്ന എല്ലാ ആൾക്കാരെയും മനുഷ്യരൊരു അളവുകോല് വെച്ച് അളക്കും. അതായത് ആധ്യാത്മികത എന്ന് പറഞ്ഞ സന്യാസമാണ്. ഈ ആധ്യാത്മികതയിലേക്ക് പോകുന്ന ആൾക്കാർക്ക് എന്തിനാണ് ധനം, നിങ്ങൾ എന്തിനാണ് പൈസയെക്കുറിച്ച് സംസാരിക്കുന്നത്, നിങ്ങൾ ആ രീതിയിലാണ് സംസാരം. യഥാർത്ഥത്തിൽ അത് ശരിയാണോ? ഒരിക്കലും അല്ല. കാരണം നമ്മളെ സംബന്ധിച്ച് ആധ്യാത്മികതയും ഭൗതികതയും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. നമുക്ക് സ്പിരിറ്റും മാറ്ററും രണ്ടല്ല. ഞാൻ ചോദിക്കട്ടെ, ഈ സന്യാസി അല്ലെങ്കിൽ ഇത് വേണ്ട എന്ന് പറയുന്ന ആൾക്ക് ഭക്ഷണം കഴിക്കണ്ടേ? അയാൾക്ക് യാത്ര ചെയ്യണ്ടേ? അയാൾക്ക് ജീവിതത്തിലെ രോഗമെന്നോ പിന്നെ ചികിത്സ എടുക്കണ്ടേ? അപ്പം സമൃദ്ധി നിർബന്ധമായ ഒരു കാര്യമാണ്. അപ്പൊ ആധ്യാത്മികമായ നമ്മളെ സംബന്ധിച്ച് ആധ്യാത്മികതയുടെ അല്ലെങ്കിൽ ഒരു പക്ഷെ കുറച്ചുകൂടെ ഒരു വേദാന്തത്തിന്റെ ഒക്കെ ഒരു കാഴ്ചപ്പാടാണ് ഈ വേണ്ട എന്നുള്ളത്, നേതി എന്നുള്ളത്. പക്ഷെ തന്ത്രത്തിന്റെ ഒക്കെ ഒരു കാഴ്ചപ്പാടില് ആധ്യാത്മികമായിരിക്കുക എന്ന് പറഞ്ഞാൽ അത് റിച്ച് ആവലാണ്. നമ്മളെ സംബന്ധിച്ച് നിങ്ങൾ സാധന ചെയ്താൽ നിങ്ങൾ റിച്ച് ആവും, സകല സമൃദ്ധി നിങ്ങളെ തേടി വരും. അപ്പൊ അതിലൂടെ, എന്നാൽ അതിനോടൊന്നും യാതൊരു താല്പര്യവുമില്ലാതെ അതിലൂടെ കടന്നു പോകാൻ സാധിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളതാണ് സാധന ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ബിസിനസ് ചെയ്താൽ സമ്പത്ത് ഉണ്ടാവാം, പക്ഷെ നിങ്ങൾക്ക് ആ സമ്പത്ത് പോരാ, അതിനെ ഒരുപാട് വർദ്ധിപ്പിക്കണം എന്നുള്ള ചിന്ത വരികയാണെങ്കിൽ നിങ്ങൾ അപ്പോഴും ദരിദ്രനാണ്. എന്നാൽ അതിനെക്കുറിച്ച് ബോധവാനല്ലാതെ ആ സമൃദ്ധിയിൽ നിൽക്കുന്ന അതേ അവസ്ഥയിൽ ഇതൊന്നും ഇല്ലെങ്കിലും നിൽക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് ഉയരുക എന്നുള്ളതാണ്. അതുകൊണ്ട് സമ്പത്ത് നമ്മൾ ഭയക്കേണ്ട കാര്യം അല്ലെങ്കിൽ ഉപേക്ഷിക്കേണ്ട കാര്യമല്ല, അതിലൂടെ കടന്നു പോകേണ്ട തന്നെയാണ്. അപ്പൊ ഇന്നിപ്പോ ഞാൻ സ്പിരിച്വൽ ആണ് എന്നൊരാൾ പറയുമ്പോൾ, അല്ല ഞാനിപ്പോ സ്പിരിച്വാലിറ്റി ആണ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അയാള് വെജിറ്റേറിയൻ ആയി, അയാള് കുടുംബമൊക്കെ ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ അയാള് ബിസിനസ് ഒക്കെ ഉപേക്ഷിച്ച് അയാൾ ഒരു പരിവ്രാജകനായി അല്ലെങ്കിൽ ഒരു ഇതായി നടക്കുകയാണെന്നുള്ളതാണ്. അങ്ങനെയല്ല. നിങ്ങൾക്ക് ജീവിതം ഏറ്റവും സമൃദ്ധിയിൽ അനുഭവിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ആധ്യാത്മികനാവാം. ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ നമ്മളെ ഉള്ളിൽ സംഭവിക്കുന്ന വലിയൊരു ഉയർന്ന ബോധാവസ്ഥയാണ്. അപ്പൊ ആ അവസ്ഥ സാധനയിലൂടെ നേടിയെടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി സാധന ചെയ്യുന്ന ഏതൊരാളും റിച്ചാണ്, റിച്ചായി പറ്റും. യോഗോ ഭോഗോ രഥം തന്ത്രം എന്ന് പറയുന്നത് യോഗവും ഭോഗവും ഒരുപോലെ തരുന്നതാണ്. അപ്പൊ ആ ഒരു കാഴ്ചപ്പാട് പലപ്പോഴും അത് സെമിറ്റിക് മതങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയ ഒരു കാഴ്ചപ്പാടാണ്. സമ്പത്തുള്ള ആൾക്കാര് ശരിയല്ല, സമ്പത്ത് വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ എന്തോ ആധ്യാത്മികത വിട്ടുപോകും എന്നുള്ളതൊക്കെ. മനുഷ്യൻ പാപിയായി ജനിക്കുന്നു. അത് അതങ്ങനെയല്ല. നമ്മളെല്ലാവരും നോക്കുമ്പോ ഏത് ദേവതകൾ, ശിവനല്ലാതെ വേറെ ഏത് ദേവതയാണ് ദാരിദ്ര്യത്തിലുള്ളത്? റിച്ച് അല്ലേ? മഹാലക്ഷ്മി എന്നൊക്കെ പറഞ്ഞാല്, ത്രിപുരസുന്ദരി എന്നൊക്കെ പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും റിച്ചാണ്. ശിവൻ മാത്രമാണ് ശ്മശാനവാസിയായി ആഭരണങ്ങൾ ഇല്ലാത്ത ഒരാള്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് ഇതിന്റെ ഒക്കെ അപ്പുറത്തുള്ള ശുദ്ധബോധമാണ്, അൺമാനിഫെസ്റ്റഡ് ആയിട്ടുള്ള ചൈതന്യമായതുകൊണ്ടാണ് ശിവൻ കുളിക്കാതെ ശ്മശാനത്തിലിരിക്കുന്ന ജടാധാരിയായ ആഭരണങ്ങളില്ലാത്ത ആളായിട്ട് ഇരിക്കുന്നത്. അതല്ലാതെ മാനിഫെസ്റ്റഡ് ആയ ദേവതകൾ മുഴുവൻ ഏറ്റവും റിച്ചാണ്. മഹാലക്ഷ്മിയൊക്കെ കണ്ടു നിൽക്കുമ്പം ആ സമൃദ്ധി നമ്മളിലേക്ക് വരും. അതുകൊണ്ടാണ് നമ്മൾ നിരന്തരം കാണുന്ന എന്താണോ അതായിത്തീരുന്ന് പറയുമ്പോൾ, നമ്മൾ നിരന്തരം കാണുന്ന ദേവത അല്ലെങ്കിൽ വിഗ്രഹം ഏതാണോ ആ സ്വഭാവം നമ്മളിൽ വരും. അതുകൊണ്ട് നമ്മൾ അവെയർ ആവണം. ഞാൻ സ്ഥിരമായി പൂജിക്കുന്നത് ആരെയാണ്? ദാരിദ്ര്യ ദേവതയാണോ സമൃദ്ധിയുള്ള ദേവതയാണോ എന്ന് നോക്കുക. ശിവൻ അതിൽ പെട്ടതല്ല, ഉയർന്ന ബോധാവസ്ഥയാണ്. ഈ പുതിയ തലങ്ങളിലുള്ള മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയുന്ന ടെക്നിക്കുകൾ ഉണ്ടല്ലോ, മാനിഫെസ്റ്റേഷൻ, അതുപോലെ തന്നെ അഫർമേഷൻ, ഇതൊക്കെ തന്നെ നമ്മുടെ ഭാരതീയ സ്പിരിച്വാലിറ്റിയും പ്രാർത്ഥനയും ഒക്കെ തമ്മിൽ വലിയ ബന്ധങ്ങളുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അത് സത്യമാണോ? സംശയം എന്താ, നമുക്ക് ഭാവനോപനിഷത്ത് എന്ന് പറയുന്ന ഒരു ഉപനിഷത്തില് സങ്കല്പ കൽപ്പതരവസ്തേജ കൽപ്പകോധ്യാനം എന്ന് പറയുന്ന ഒരു ശ്ലോകമുണ്ട്. അതായത് സങ്കല്പത്തിലൂടെ, ഭാവനയിലൂടെ നിങ്ങൾക്ക് ലോകത്ത് എന്തും സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും എന്ന് പറയുന്ന ഒരു പോയിന്റാണ്. ആ ഒരു പോയിന്റിനെ എക്സ്പാൻഡ് ചെയ്താണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ ദ സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകം, ദ പവർ ഓഫ് സബ് കോൺഷ്യസ് എന്ന് പറയുന്ന പുസ്തകം, മാജിക് എന്ന് പറയുന്ന പുസ്തകം, പൗലോ കൊയ്ലോന്റെ ആൽക്കമിസ്റ്റ്, ഇതിന്റെ ഒക്കെ ത്രെഡ് എന്ന് പറയുന്നത് നമുക്ക് ഭാവനോപനിഷത്തിൽ കാണാൻ പറ്റും. അതുകൊണ്ട് ഭാവനോപനിഷത്ത് പറയുന്നത് മനസ്സാണ് അല്ലെങ്കിൽ സങ്കല്പങ്ങളാണ് മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അത് നിങ്ങൾക്ക് എന്തിനെ വേണമെങ്കിലും സങ്കല്പത്തിലൂടെ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഈശ്വരനാണ് എന്ന ബോധത്തില് നിങ്ങൾ എന്ത് സങ്കല്പിച്ചാൽ അത് മാനിഫെസ്റ്റഡ് ആവും. കാരണം ഞാൻ ഈശ്വരൻ പരിണമിച്ചാണ് പ്രപഞ്ചം ഉണ്ടായത്. കാരണം ഭാരതത്തെ സംബന്ധിച്ച് ഈശ്വരൻ ഒരു സുപ്രഭാതത്തില് ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയതല്ല, ദൈവം ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് പ്രപഞ്ചത്തെ ഉണ്ടാക്കിയതല്ല. ഈശ്വരൻ ബഹുവായി ഭവിച്ച് പ്രപഞ്ചമായി മാറിയതാണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ സർവ്വതും ഈശ്വരനാണ്. അങ്ങനെയാണ് ഞാനും പാർത്ഥനും ഈശ്വരനാണ്. പക്ഷേ നമ്മൾക്ക് ഈശ്വരന്റെ ഗുണമല്ലേ, കാരണം നമ്മൾ ലിമിറ്റഡ് ആണ്. പഞ്ച ഇന്ദ്രിയങ്ങളെ കൊണ്ടും ടൈം ആൻഡ് സ്പേസ് എന്ന് പറയുന്ന കാര്യങ്ങളെ കൊണ്ടും ലിമിറ്റഡ് ആണ്. അപ്പൊ നമ്മൾ ലിമിറ്റഡ് ആയ ഈശ്വരനാണ്. ഈശ്വരൻ തന്നെയാണ്, സംശയമൊന്നുമില്ല. സ്വർണം കൊണ്ട് വളയും മാലയും കമ്മലും കൊലുസും ഉണ്ടാക്കുന്നത് പോലെ ഈശ്വരൻ പരിണമിച്ച പ്രപഞ്ചത്തിലെ സർവ്വ വസ്തുക്കളുമായി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതേപോലെ
നമ്മളൊക്കെ ഈശ്വരനാണ്, ഈശ്വരൻ റിച്ച് അല്ലേ, അതെ. അപ്പൊ നമ്മളൊക്കെ റിച്ച് ആവണ്ടേ? അതെ അതെ. അപ്പം ഞാൻ പാപിയാണെന്നുള്ള കൺസെപ്റ്റ് അല്ല അവിടെ. ഞാൻ ഈശ്വരനാണ്, ഞാൻ കാണുന്ന അങ്ങും ഈശ്വരനാണ്. അങ്ങയിലെ ഈശ്വര ചൈതന്യത്തെയാണ് ഞാൻ നമസ്കരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കാണുമ്പോൾ നമസ്കാരം പറയുന്നത്. ഞാൻ അതിനോട് ചേർത്തൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ പല ആൾക്കാരും പറയാറുണ്ട്, ഞാൻ വിശ്വാസിയാണ്, പക്ഷെ ആൾദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറയും. പക്ഷെ അങ്ങ് ഇപ്പൊ പറഞ്ഞ തത്വവും ഈ തത്വമസി എന്ന തത്വം ഒക്കെ വരുമ്പോൾ നമ്മൾക്കുള്ളിൽ തന്നെയാണ് ഈശ്വരൻ. അത് കാണിച്ചു വരുന്ന ഗുരുവിനെ നമുക്ക് ഈശ്വരനെ തുല്യം ആരാധിക്കാം. ഈ ഒരു കലിയുഗത്തിൽ ഗുരുവാണ് പരമപ്രധാനം എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ നമ്മൾക്ക് ഈ ഗുരുപരമ്പരകൾ എന്ന് പറയുന്നത് നമ്മൾ ഈശ്വര തുല്യം ആരാധിക്കുമ്പോൾ അതിനെ എതിർക്കും. പക്ഷെ ആൾദൈവം എനിക്ക് പറ്റില്ല, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് എങ്ങനെയാ കാണുന്നത് ശ്രീനാഥ്ജി? അല്ല, അതിൽ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, സത്യസായി ബാബയോട് ആരോ ചോദിച്ചു, നിങ്ങള് ദൈവമാണോ? അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാൻ ദൈവമാണ്, നിങ്ങളെ പോലെ തന്നെ. അതായത് എന്തൊരു മനോഹരമായ ഉത്തരാണ്. അതെ, നിങ്ങള് നിങ്ങളുടെ ദൈവാംശത്തെ കാണുന്നില്ല, ഞാൻ എന്റെ ഉള്ളിലെ ദൈവാംശത്തെ കാണുന്നുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈശ്വരൻ പരിണമിച്ചാണ് സർവ്വതുമായി മാറിയെങ്കിൽ സർവ്വതിൽ ഈശ്വരല്ലേ? അതെ. അപ്പം അത് എന്താ വെച്ചാൽ വ്യക്തി ആരാധന എന്നൊക്കെ പറയുന്ന തലത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ, അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളാണല്ലോ കൃഷ്ണനും രാമനൊക്കെ. അതൊക്കെ വ്യക്തി ആരാധനയല്ലേ? അതെ. അപ്പൊ ഏതൊരു വ്യക്തിനെ നിങ്ങൾ പിന്നെ ആരാധിക്കുന്നത് അതൊക്കെ വ്യക്തി ആരാധന തന്നെയാണ്. വിഗ്രഹങ്ങളാണ്, വിശേഷേണ ഗ്രഹിക്കുന്നതാണ് വിഗ്രഹം. അപ്പൊ നമ്മളെ സംബന്ധിച്ച് മാതാ അമൃതാനന്ദമയി അമ്മ ഒരു വിഗ്രഹമാണ്. നമ്മൾ അതിനൊരു ഈശ്വരനായിട്ട് കാണുന്നു, അവരെ ഈശ്വരാംശത്തെ നമ്മൾ അറിയുന്നു. അതുകൊണ്ട് ഇതൊക്കെ ഒരു വ്യക്തിയെ അല്ല പൂജിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഒരു ലിമിറ്റഡ് ആണ്. അതങ്ങനെ നമ്മളെ സംബന്ധിച്ച് എല്ലാവരിലും ഈശ്വരനെ കാണുന്നുണ്ട്. ചില ആൾക്കാരെ തിരിച്ചറിയുന്നുണ്ട്, ചില ആൾക്കാർക്ക് ആ ചൈതന്യം തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അവര് കൂടുതൽ ആനന്ദത്തിൽ ഇരിക്കുന്നുണ്ട്. നമ്മൾക്കത് മനസ്സിലാവാത്തോണ്ട് നമ്മൾ ഈശ്വരനെ അന്വേഷിച്ച് നടക്കുന്നു. എല്ലാ തന്ത്രത്തിലെ പദ്ധതികളും പറയുന്നത് നമ്മുടെ ഉള്ളിലെ ഈശ്വരനെ ശിവം ഭൂക്ത ശിവം ചെയ്ത് ശിവനായിട്ട് ശിവനെ പൂജിക്കണം, ഈശ്വരനായി തീരാൻ തന്നെയാണ് പറയുന്നത്. ഈ കല്ലിനെയും മുള്ളിനെയും മരത്തിനെയും മൃഗങ്ങളെയും വരെ ഈശ്വരനായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അതിനെ ഈ ആധുനിക സമൂഹം എന്ന് പറയുന്ന ആൾക്കാർ പറയും അത് പുച്ഛമാണ്, അങ്ങനെയല്ല, മറ്റൊരു ജീവിയെ ഇതാക്കില്ല, അതൊരു സംഭവമുണ്ട്. പക്ഷെ അതിലൊരു വലിയൊരു വിശാലതയില്ല. അതായത് മരത്തിൽ പോലുമുള്ള ആ പ്രപഞ്ച സത്യത്തെ അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ വലിയ കാര്യമല്ലേ അത്? ഈശ്വരൻ പരിണമിച്ചാണ് സർവ്വതുമായതെങ്കിൽ സർവ്വതും പൂജിക്കപ്പെടേണ്ടതല്ലേ? ഇപ്പൊ ദേവി മഹാത്മ്യത്തില് നമ്മള് ചണ്ഡികാ ദേവിയെ പൂജിക്കുന്നതിന് തൊട്ട് മുമ്പ് മഹിഷാസുരനെ പൂജിക്കുന്നുണ്ട് ശിവനായിട്ട്. കാരണം നമ്മളെ സംബന്ധിച്ച് അതും ഈശ്വരാംശം തന്നെയാണ്. അല്ലാണ്ട് നമുക്ക് രണ്ട് കൺസെപ്റ്റ് ഇല്ല, പോസിറ്റീവ് നെഗറ്റീവ്. ഇത് നല്ലത്, ഇത് ചീത്ത എന്നുള്ള അവകാശം. ഈ ചീത്ത എന്ന് പറയുന്നതും ഈശ്വരൻ പരിണമിച്ചായത് തന്നെയാണ്. അപ്പൊ അതൊക്കെ നമ്മളുടെ സ്കെയില് കൊണ്ട് നമ്മൾ അളക്കുന്നതാണ്, അതും ഈശ്വരനാണ്. അതുകൊണ്ട് വലിയൊരു മെസ്സേജ് അല്ലേ ചണ്ഡിക ശൂലം കൊണ്ട് കുത്തി കൊന്ന ഒരാളെ നമ്മള് പൂജിക്കുന്നു എന്ന് പറയുമ്പോൾ, ചണ്ഡിക കൊന്നത് അയാളുടെ ഈ ദേവത എപ്പോഴും കഴുത്താണ് അറക്കുന്നത്, അല്ലെങ്കിൽ ശൂലം കൊണ്ട് ഹൃദയത്തിലാണ് കുത്തുന്നത്. ഇത് രണ്ടും അവന്റെ ഉള്ളിലെ ഞാനെന്ന ബോധത്തെയാണ് ഇല്ലാണ്ടാക്കുന്നത്, അതാണ് വ്യക്തിയല്ല. അപ്പൊ എന്റെ ഉള്ളിലെ ഞാനെന്ന ബോധം മാറിയാൽ ഞാൻ ഈശ്വരനായി. എന്റെ ഉള്ളിലെ ഞാൻ എന്ന ലിമിറ്റഡ് ആയ ബോധമാണ് ഞാൻ ഈശ്വരനല്ല എന്നും, ഈശ്വരൻ പുറത്തെവിടെയോ മേഘത്തിനപ്പുറത്ത് ഒളിച്ചിരുന്നതിനെ വിധിക്കുകയാണെന്നും, ആ ഈശ്വരനെയാണ് ഞാൻ പൂജിപ്പിച്ച് സന്തോഷിപ്പിക്കേണ്ടതെന്നും, ആ ഈശ്വരനാണ് ലോകത്തെ നിയന്ത്രിക്കുന്നതെന്നൊക്കെയുള്ള ചിന്ത ഭാരതത്തിന്റെ സനാതന സംസ്കാരത്തിന്റെ ഭാഗമല്ല. അതൊക്കെ സെമിറ്റിക് മതങ്ങൾ തന്ന ഒരു സാധനം തന്നെയാണ്. നമ്മളെ സംബന്ധിച്ച് ആ എല്ലാത്തിലും ഈശ്വരുണ്ട്. അതിലേക്ക് വരാൻ വേണ്ടിയിട്ട് ധാരാളം പദ്ധതികളുണ്ട്. ശ്രുതിം ച ദിവിധ പ്രോക്ത വൈദികി തന്ത്രികി തഥ. തന്ത്രമെന്നും വേദമെന്നും രണ്ടായി പിരിഞ്ഞിട്ടുണ്ട്. ആ തന്ത്രത്തിൽ തന്നെ വാമം കൗളം സമയം ദക്ഷിണം മിശ്രം എന്നൊക്കെ പറഞ്ഞ ധാരാളം പദ്ധതികളുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാത്തിലും നമ്മളിപ്പോ ഏത് വസ്തുവിലും നമ്മൾ ഈശ്വരൻ തന്നെയാണ് കാണുന്നത്. ഈശ്വരൻ തന്നെയാണ്, പക്ഷെ അത് ലിമിറ്റഡ് ആയ ഈശ്വരനാണ്. തീർച്ചയായിട്ടും ഞാനെന്ന ബോധം കൊണ്ട് ലിമിറ്റഡ് ആയതാണ്. തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ ലക്ഷ്മി ഉപാസനയിലേക്ക് വരുന്ന സമയത്ത് അത് എങ്ങനെയാണ് ലക്ഷ്മി ദേവിയെ നമ്മൾ ഉപാസിക്കേണ്ടത്, അതിനെന്താണ് പദ്ധതികൾ, അല്ലെങ്കിൽ അതിന് ചിലപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ കാണാറുണ്ട്, ഇന്ന മന്ത്രം ജപിക്കൂ എന്ന് പറയാറുണ്ട്. അപ്പൊ പലപ്പോഴും പറയാറുണ്ട് ചില ദേവതാ മന്ത്രങ്ങൾ ഒരിക്കലും ഗുരു ഉപദേശം ഇല്ലാതെ ജപിക്കരുത് എന്ന് പറയുന്ന ആൾക്കാരും. പക്ഷെ ഈ ദേവതാ മന്ത്രങ്ങളൊക്കെ നമുക്ക് യൂട്യൂബ് തുറന്ന കാണാനും കഴിയും. പക്ഷെ അതില് ബീജമന്ത്രം എന്ന് പറയുന്ന ഒരു പ്രധാന കാര്യമാണ്. അത് പലപ്പോഴും ഈ മന്ത്രത്തിൽ ഉണ്ടാവില്ല, ആൾക്കാർ അത് അറിയില്ല. അപ്പം ഈ ലക്ഷ്മി ഉപാസനയിലേക്ക് എങ്ങനെ പോകാം, അതുപോലെ തന്നെ ഈ ബീജമന്ത്രവും ഗുരു ഉപദേശവും ഇല്ലാതെ മന്ത്രം ജപിക്കുന്നത് ശരിയാണ്? ഈ രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞാൽ. അല്ല, ഈ കുറെ പലതരം ബീജാക്ഷര മന്ത്രങ്ങൾ പലതരത്തിലുണ്ട്. വൈദിക മന്ത്രങ്ങളുണ്ട്, താന്ത്രിക മന്ത്രങ്ങളുണ്ട്, ബീജാക്ഷര മന്ത്രങ്ങളുണ്ട്, സ്തുതികളുണ്ട്, നാമം ജപിക്കാനുള്ളതുണ്ട്. അപ്പൊ അനേകം ക്രമങ്ങളുണ്ട്. അപ്പൊ അതില് ബീജാക്ഷരമുള്ള മന്ത്രങ്ങളൊക്കെ നമ്മൾ ഗുരുനാഥന്റെ അടുത്ത് തന്നെ പഠിക്കേണ്ടതാണ്. കാരണം മന്ത്രത്തിന് മീറ്റർ ഉണ്ട്,
ഛന്ദസ് ഉണ്ട്, അത് കേട്ട് ചൊല്ലി പഠിക്കണം. മാത്രമല്ല പല മന്ത്രങ്ങൾക്കും ശാപമുണ്ട്, ശാപോദ്ധാരം. അത് ആ മന്ത്രം എന്താണ്, ഋഷി എന്തിനാണ് മന്ത്രത്തെ ശപിച്ചേ? ആ മന്ത്രം ആര് ജപിച്ചാലും ഫലം ഉണ്ടാവും. അപ്പൊ തോക്ക് പോലീസ് അല്ലെങ്കിൽ പട്ടാളം ഉപയോഗിക്കുമ്പോൾ നല്ലതാണ്. അതെ. പക്ഷെ ഭീകരന്മാർ ഉപയോഗിക്കുന്ന ഇതേ തോക്കാണ്. ഈ തോക്കിന് ആര് കാഞ്ചി വലിച്ചാലും തോക്ക് പൊട്ടും. അല്ലാണ്ട് തോക്ക് തിരിഞ്ഞു കിട്ടുമോ ഭീകരനാണ് പൊട്ടാതിരിക്കാം, പോലീസുകാരനാണ് പൊട്ടിക്കളയാം എന്ന് വിചാരിക്കില്ലല്ലോ. അതുപോലെ രാവണൻ ശക്തനായത് ഉപാസനയിലൂടെയാണ്, കംസൻ ഉപാസനയിലൂടെയാണ്. എല്ലാ അസുരന്മാരും ദേവന്മാരെക്കാൾ ശക്തിയുള്ളവരെ, ദേവന്മാരെ ആക്രമിക്കാൻ മാത്രം ശക്തിയുള്ളവരായത് ഉപാസനയിലൂടെയാണ്. അതുകൊണ്ട് ഉപാസന ആര് ചെയ്താലും ശക്തി ഉണ്ടാവും. പക്ഷെ ഇത്തരം ഉപാസനകളിൽ സാധാരണക്കാരന് ഒരു ഗുരുനാഥന്റെ കീഴിലൂടെ പഠിക്കുകയാണെങ്കിൽ അവന് ധർമ്മം ഉണ്ടാവും, ഇല്ലെങ്കിൽ അധർമ്മം ഉണ്ടാവും. അതുകൊണ്ട് കൃത്യമായ ഒരു പരമ്പരയിൽ നിന്ന് മന്ത്രത്തെ സ്വീകരിച്ചാൽ മാത്രമേ ഇതിന് ഫലം ഉണ്ടാവൂ. അതുകൊണ്ട് ഒരു പരമ്പരയിൽ നിന്ന് മന്ത്രം സ്വീകരിക്കണം എന്നുള്ളത് പ്രധാന മന്ത്രങ്ങൾക്കൊക്കെ അങ്ങനെ ഉപദേശം മുതൽ പലതരത്തിൽ ദീക്ഷ ഉണ്ട്. ശ്രവണം എന്ന് പറയുന്ന ചെവി കൊടുക്കുന്ന ഉപദേശമുണ്ട്. വലത്തെ കാല് ശിഷ്യന്റെ മൂർധാവിൽ വെച്ച് കൊടുക്കുന്ന ശാംഭവി എന്ന് പറയുന്ന വലിയ ദീക്ഷ ഉണ്ട്. അങ്ങനെ അനേകം ദീക്ഷകൾ നോക്കിയിട്ട് കൊടുക്കുന്ന ദീക്ഷ ഉണ്ട്. ശക്തിപാതമുണ്ട്, അനേകം ദീക്ഷകളുണ്ട്. പല രീതിയിലും നമുക്ക് ഗുരുനാഥന് ശിഷ്യനിലേക്ക് ചൈതന്യത്തെ സന്നിവേശിപ്പിക്കുന്നുണ്ട്. അതെപ്പോഴും നമ്മൾ സാധന ചെയ്യുമ്പം ഒരു ലിവിങ് മാസ്റ്റർ നമുക്ക് ആവശ്യമാണ്. കാരണം സാധന ചെയ്ത് മുന്നോട്ട് പോകുമ്പം നമ്മളെ ഉള്ളിൽ ചക്രങ്ങളുണ്ട്, ആ ചക്രങ്ങളൊക്കെ ഉണരും. ഓരോ ചക്രത്തിലും പലതരത്തിലുള്ള ഊർജ്ജങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ഉണരുന്ന സമയത്ത് നമുക്ക് അറിയില്ല, ചിലപ്പോൾ വൈകാരികമായ പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് സ്വന്തം ഗുരുനാഥനോട് പറഞ്ഞു കൊടുക്കുമ്പം അദ്ദേഹം അതിന് വേണ്ട വഴി തരികയും നമ്മൾക്ക് കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ യൂട്യൂബ് നോക്കി മന്ത്രം പഠിച്ചാല് നമുക്കൊരു പ്രശ്നം ഉണ്ടായാൽ യൂട്യൂബിനോട് ചോദിക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് എങ്ങനെ പ്രശ്നമുണ്ട് യൂട്യൂബ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് നോക്കാൻ പറ്റില്ല. ഗുരുനാഥന്റെ നമുക്ക് ചോദിക്കാലോ. അതുകൊണ്ട് ഈ യൂട്യൂബും ഇൻസ്റ്റയും ഫേസ്ബുക്കും ഒക്കെ ഭാവിയിൽ വരും എന്ന് ദീർഘവീക്ഷണമുള്ള ഋഷി ആയിരിക്കാം ചിലപ്പം ഇതൊക്കെ പറഞ്ഞു വെച്ചത്. കാരണം ഋഷി ദീർഘദൃഷ്ടിയുള്ള ആളാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഏത് മന്ത്രമാണെങ്കിലും ഒരു ഗുരുനാഥന്റെ അടുത്തുനിന്ന് അദ്ദേഹത്തിന്റെ ഒരു ഗൈഡൻസിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം അല്ലാതെ നമുക്ക് ചെല്ലാൻ പറ്റുന്ന മന്ത്രങ്ങളുണ്ട്, സ്തുതികളൊക്കെ ധാരാളം മന്ത്രങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ആരെങ്കിലും കേട്ടിട്ടോ ചൊല്ലി തന്നിട്ടോ, ആരെങ്കിലും വെറുതെ ഒരാൾ നീ മന്ത്രം ജപിച്ചോ എന്ന് പറഞ്ഞ് നമുക്ക് ചെല്ലാവുന്ന മന്ത്രങ്ങളുണ്ട്. അതുപോലെ വളരെ രഹസ്യങ്ങളായ മന്ത്രങ്ങളുണ്ട്. അത് ഓരോ മന്ത്രത്തിന്റെയും രീതി അനുസരിച്ച് ആ സമ്പ്രദായത്തെ തന്നെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. കാരണം അത് ചൊല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങള്, നമ്മുടെ ജീവിതത്തിലുള്ള വൈകാരികമായ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അത് താല്പര്യത്തിലൂടെ നടത്താണ് സാധന എന്ന് പറയുന്നത്. അവിടെ ശ്രദ്ധ വേണം തീർച്ചയായും. അതുകൊണ്ട് എപ്പോഴും ഒരു ഗൈഡൻസ് എല്ലാത്തിനും നല്ലതാണ്. അപ്പോ നമ്മൾ ലക്ഷ്മി ഉപാസനയിലേക്ക് വരുമ്പോൾ ഉപാസനാ രീതികൾ എങ്ങനെ നമുക്ക് ഉപാസിക്കാം? സത്യത്തില് ഈ പുസ്തകം വായിച്ചിട്ടും നമുക്ക് പലതരത്തിൽ നേരത്തെ പറഞ്ഞോണം ശ്രീ സൂക്തം നിങ്ങൾക്ക് 21 ദിവസം കൊണ്ട് ജീവിതത്തിൽ എല്ലാം നേടിയെടുക്കാന്നൊക്കെ പറയുന്ന ഓരോ ട്രെൻഡാണ്. ഇടക്കാലത്ത് വാരാഹി വലിയ ട്രെൻഡായിരുന്നു. വാരാഹി ഉപാസനയിലൂടെ നിങ്ങൾക്ക് എന്തോ നേടിയെടുക്കാം. പക്ഷെ വാരാഹി ഉപാസന എന്നൊക്കെ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. കാരണം ഓരോ ദേവതകളും ശരീരത്തിൽ ഓരോ ശക്തികളാണ്. ആ ശക്തി ഉണരുമ്പോൾ നമ്മൾക്ക് ഉള്ളിൽ അത് വേണ്ടതുപോലെ വിനിയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ മാനസിക രോഗം അടുക്കള വിഭ്രാന്തിയൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ക്രമം അനുസരിച്ച് പോവുക. ചില മന്ത്രത്തിലെ ഒരു ക്രമമുണ്ട്. ഇപ്പൊ മൂലാധാരത്തില് ഗണപതിനെയും, സ്വാധിഷ്ഠാനത്തിൽ വാലേനെയും, അനാഹതത്തിൽ വാരാഹി, മാതങ്കി എന്നൊക്കെ പറഞ്ഞ പോണ ക്രമമുണ്ട് ശ്രീവിദ്യയില്. അപ്പൊ അതില് മൂലാധാര സ്വാധിഷ്ഠാനം ഒന്നും ഉണർത്താതെ നമ്മൾ നേരെ അനാഹതത്തെയും ആജ്ഞനെയൊക്കെ കടന്ന് ഉണർത്തിയാല് വലിയ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ക്രമം അനുസരിച്ച് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ക്രമമല്ലാത്തതൊക്കെ അക്രമമാണ്. ഇന്ന് പലപ്പോഴും പിന്നെ ഒരു മാസം കൊണ്ട് മന്ത്രം കൊടുക്കാം, ശ്രീവിദ്യോപാസന എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊന്നും ഒരിക്കലും സംഭവിക്കില്ല. കാരണം ശ്രീവിദ്യ എന്നൊക്കെ പറയുന്നത് ഓരോ മന്ത്രം അതിന് ജപമുണ്ട്, ഹോമുണ്ട്, തർപ്പണുണ്ട്, ഭിക്ഷുണ്ട്, മാർജാനം. ഈ 6 ക്രമം കഴിഞ്ഞിട്ട് അടുത്ത മന്ത്രത്തിലേക്ക് പോകാൻ പറ്റും. അങ്ങനെ ഒരു കൊല്ലം എടുക്കും മിനിമം ഒരു മന്ത്രം പുരസ്കാരം മിനിമം കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അനവധി വർഷങ്ങളെ കൊണ്ട് എത്തിച്ചേരുന്ന ഒരു കാര്യമാണ് ശ്രീവിദ്യ ഒക്കെ. ഇന്നിപ്പോ 10 ദിവസം കൊണ്ടും 20 ദിവസം കൊണ്ടും ഒരു മാസം കൊണ്ടൊക്കെ ശ്രീവിദ്യ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതൊക്കെ അക്രമം തന്നെയാണ്, ക്രമമല്ലാത്ത വസ്തുതയാണ്. അപ്പം നമ്മളെ ഒരു ക്രമം അനുസരിച്ച് പഠിക്കുമ്പോൾ ക്രമം അനുസരിച്ച് പോകണം. അപ്പൊ ക്രമം അല്ലാത്ത പല മന്ത്രങ്ങളും ഉണ്ട്. അതൊക്കെ ഇതുപോലെ ഏതെങ്കിലും മന്ത്രങ്ങളൊക്കെ ആൾക്കാർക്ക് ഏത് സമ്പ്രദായത്തിനും അതിന്റെ ക്രമം അനുസരിച്ച് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പൊ മഹാലക്ഷ്മി ഉപാസന എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ ഫിലോസഫി മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ ഈശ്വരൻ ദൈവം നമ്മളെ ശിക്ഷിക്കുന്ന ആളാന്നുള്ള കൺസെപ്റ്റ് വരും. മഹാലക്ഷ്മി എന്താണ്? സത്യത്തിൽ ഇതൊരു ഗ്രാറ്റിറ്റ്യൂഡാണ്. മഹാലക്ഷ്മി മന്ത്രത്തിൽ തന്നെ ആദ്യത്തെ ഒരു 8 സ്റ്റെപ്പ് ഉണ്ട്. അപ്പൊ പൂജകൾ പലതുണ്ട്. പഞ്ചോപചാര പൂജ ഉണ്ട്, ഷോഡശോപചാര പൂജ ഉണ്ട്, വലിയ പദ്ധതി എല്ലാം ഒരേ കൺസെപ്റ്റാണ്. ഞാൻ ദേവത എന്റെ ഉള്ളിലെ ദൈവീ കലയെ ഉണർത്തുക എന്നുള്ളതാണ്. അപ്പൊ അതിന് ആ ഫിലോസഫി മനസ്സിലാക്കി
അത് ചെയ്യുമ്പോഴാണ് നമ്മൾക്കത് ഏറ്റവും കൂടുതൽ നമുക്ക് സ്വാതന്ത്ര്യമുള്ളത്. നമുക്ക് ചെയ്യാനും ചെയ്യാതിരിക്കാനും മാറ്റി ചെയ്യാനും സ്വാതന്ത്ര്യമുണ്ട് ഫിലോസഫി പഠിച്ച് ചെയ്യുമ്പോൾ. ഫിലോസഫി ഇല്ലാതെ പഠിച്ചാൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. കാരണം അതിൽ പറയുന്ന ഒരു സാധനം കിട്ടിയില്ലെങ്കിൽ പൂജ നടക്കില്ല. കാരണം നമ്മൾ അങ്ങനെ പഠിച്ച് അതിൽ പെട്ടുപോകും, ഈ പറഞ്ഞ ക്രിയയിൽ പെട്ടുപോകും. അത് പിന്നെ അനാചാരത്തിലേക്കും അതുപോലെ മറ്റു അന്ധവിശ്വാസത്തിലേക്കൊക്കെ പോകും. അപ്പൊ പഠിക്കുമ്പോൾ ആ ഫിലോസഫി അനുസരിച്ച് കൃത്യമായി പഠിക്കുക. അതിന്റെ എന്താണ് ലക്ഷ്മി, എന്താണ് ലക്ഷ്മി ഉപാസന, അതെന്താണ് സംഭവിക്കുന്നത്, അത് എന്റെ ഉള്ളിൽ എന്തിനാണ് ഉണർത്തുന്നത്. അപ്പൊ അതില് ഗ്രാറ്റിറ്റ്യൂഡ് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. പൂജകളിലൊക്കെ സങ്കല്പം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ സങ്കല്പമാണ് മാനിഫെസ്റ്റ് ആവുന്നത്. ആ ഒരു രീതിയിൽ ഈശ്വരനും ദേവതയും തമ്മിൽ എന്താണ് വ്യത്യാസം, ഇതൊക്കെ ഫിലോസഫിക്കലി പഠിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഏതാണ്ട് 1,00,000-ലധികം കുടുംബങ്ങള് ഗ്ലോബലി മഹാലക്ഷ്മി പൂജ പഠിച്ച് അവർ ഈ രീതിയിൽ പഠിച്ചപ്പോൾ അവർ കേവലം മഹാലക്ഷ്മി പൂജ അല്ല പഠിച്ചത്, സനാതന സംസ്കാരമാണ്. അവർക്ക് ചെയ്യാനും ചെയ്യാതിരിക്കാനും മാറ്റി ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ഈ ധർമ്മപ്രചാര സഭയുടെ നേതൃത്വത്തിൽ ഇപ്പൊ അമേരിക്കയിലും ഏറ്റവും കൂടുതൽ അമേരിക്കയിലും അപ്പൊ മഹാലക്ഷ്മി പൂജ മുതൽ ഇപ്പൊ ചണ്ഡിക യാഗം വരെ നമുക്ക് 10,000-ലധികം സ്റ്റുഡൻസ് ഇപ്പൊ ചണ്ഡിക യാഗം, ദേവി മഹാത്മ്യം പഠിച്ചു, ചണ്ഡിക യാഗം പഠിച്ച് അവര് വീട്ടിൽ ചെയ്യുന്നുണ്ട്. അത് വലിയൊരു മാറ്റമാണ്. കഴിഞ്ഞ കർക്കിടക മാസത്തില് 1000-ലധികം പെൺകുട്ടികള് ഗണപതി ഹോമം പഠിച്ച് ചെയ്തു എല്ലാ ദിവസവും. അവരിതിന്റെ ഫിലോസഫി പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. അവർക്ക് ദേവതയോട് ഭയമല്ല, അവർക്ക് ആ ഇഷ്ടമാണുള്ളത്. കാരണം അത് അറിയാം, ദേവത എന്താണെന്ന് അറിയാം, അവർക്ക് അതിനെ സ്വാംശീകരിക്കാൻ പറ്റുന്നുണ്ട്. ആ രീതിയിൽ ഫിലോസഫി മനസ്സിലാക്കി അതിന്റെ ആശയം മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്ത് ഏറ്റവും സുഖാണ് സാധന, ഉപാസന. ഉപാസനയിലൂടെ നമുക്ക് എന്തും നേടിയെടുക്കാൻ പറ്റും. അതൊരു വലിയ സ്വാതന്ത്ര്യമാണ്. തീർച്ചയായിട്ടും. അപ്പൊ ഒരു കാര്യം കൂടി നമുക്ക് അവസാനിപ്പിക്കാം. അതായത് നമ്മുടെ സനാതന ധർമ്മത്തിനല്ല എല്ലാ മനുഷ്യർക്കും രക്ഷപ്പെടാനും നമ്മുടെ സമൃദ്ധി സമ്പത്ത് കൊണ്ടുവരാനുള്ള മാർഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ അത് കൃത്യമായിട്ട് ഇപ്പം ഓരോ ആളിനും വലിയ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ പ്രശ്നം ഉണ്ടാവുമ്പോഴും കൃത്യമായൊരു മന്ത്രം ജപിക്കാനോ ഉപാസന ചെയ്യാനോ സമയമില്ല. അതായത് ഇതിന് ബലം ഉണ്ടാവുമോ സംശയങ്ങളാണ്. പക്ഷെ അതിനെ കൃത്യമായി കൊണ്ടുപോകുന്ന ആളുകൾക്ക് ബലമുണ്ട്. പക്ഷെ അല്ലാത്ത ആളുകളൊക്കെ തന്നെ ഇത് ചെയ്യാൻ മടിക്കുന്നു എന്നുള്ളതാണ്. കൃത്യമായി ചെയ്താൽ നമുക്കതിന് ഫലം ഉണ്ടാവും എന്ന് തന്നെയാണ് 100%. അല്ല, ഇന്നെന്താ വെച്ചാൽ ആൾക്കാർക്ക് സംശയമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് മന്ത്ര ഷോപ്പിംഗ് എന്നാണ് പറയാ. ഒരു ആളെ കാണുന്ന സമയത്ത് അയാളോട് തോന്നിയിട്ട് അയാളെ എടുത്ത് മന്ത്രം വാങ്ങുക, അപ്പുറത്ത് വേറെ ആളെ കാണുമ്പോൾ അയാളോട് മന്ത്രം വാങ്ങുക. ഇത് ഷോപ്പിംഗ് നടന്നുകൊടുക്കുക, ഒന്നും കൃത്യമായി ചെയ്യുന്നില്ല. ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കുക, ഒരു ഗുരുനാഥൻ പറയുന്നത് കേൾക്കുക, അതില് കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ ഇത് യാതൊരു സംശയവും ഇല്ലാത്ത. കാരണം ഋഷി വാക്ക് സത്യമാണ്, നമുക്കതിൽ സംശയമില്ല. കാരണം അവര് അത് അനുഭവിച്ച് ലോകത്തിന് വേണ്ടി ചെയ്തു വെച്ച കാര്യങ്ങളാണ്. അതിലൂടെ നമുക്ക് അനുഭവമാണ്. നമുക്കിപ്പോ ഏതാണ്ട് 1,00,000-ലധികം ആൾക്കാർ പൂജ ചെയ്താൽ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ്. അവര് നേരത്തെ ജീവിതവും ഇപ്പോഴത്തെ ജീവിതവും ഡിഫറെന്റ് ആണ്. അവര് ഇപ്പം റിച്ച് ആണ്. അത് നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇതിൽ സംശയമില്ല. തീർച്ചയായിട്ടും.